ഇനി ഒരു കാലത്ത് ഒരു നാടിന്റെ യാത്രാ ദുരിതത്തിന് പരിഹാരമായ ഒരു ബസ് ഇപ്പോൾ കളമൊഴിയാൻ പോവുകയാണ്. കേരളത്തിലെ ആദ്യ ജനകീയ ബസ്സാണ് നിരത്തൊഴിയുന്നത്. കാസർഗോഡ് കാലിച്ചാനടുക്കം നീലേശ്വരം കാഞ്ഞങ്ങാട് റൂട്ടിൽ ഓടിയ ജനകീയ ബസ് 22 വർഷങ്ങൾക്ക് ശേഷമാണ് സർവീസ് അവസാനിപ്പിക്കുന്നത്. ജൂൺ 10 വൈകിട്ട് 4 മണിയോടെ ബസ് ലേലം ചെയ്യും. ഒരു നാടിന്റെ മുഖമായ ജനകീയ ബസ് ഓർമ്മയാവുകയാണ്. നീലേശ്വരത്ത് നിന്ന് യാത്ര തുടങ്ങി മലയോര പാതകളെ ബന്ധിപ്പിച്ച് കാഞ്ഞങ്ങാട്ടേക്ക് ഈ വാഹനം ഓടിത്തുടങ്ങിയത് 2004. ജീപ്പുകൾ മാത്രം കുതിച്ചുപാഞ്ഞ ആ മലയോര ഗ്രാമങ്ങൾ ആദ്യമായി ഒരു ബസ്സിന്റെ മുരൾച്ച കേട്ടു. ₹1000 മുടക്കിയ കാലിച്ചാനടുക്കം നിവാസികൾ ഒരേ സമയം ഈ ബസ്സിന്റെ മുതലാളിമാരും യാത്രക്കാരുമായി. നാടിന്റെ സ്പന്ദനമറിഞ്ഞോടിയ ജനകീയ ബസ് ഒടുവിൽ ഓട്ടം നിർത്തുമ്പോൾ യാത്രക്കാർക്കും ചിലതു പറയാനുണ്ട്. എല്ലാം നിർത്തുന്ന പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലെ മലയോര മേഖലയിൽ വരുന്ന ബസ്സാണ്, നിർത്തിക്കൂടാന്നുള്ള ഒരു അഭിപ്രായം തന്നെ. പിന്നെ 10 വർഷമായിട്ട് കേരള ബാങ്ക് അമ്പലത്തിൽ പറഞ്ഞ് ജോലി ചെയ്യുന്നത് സ്ഥിരമായിട്ട് പോകുന്ന ബസ്സാണ്. നല്ല വിഷമമുണ്ട്. 22 വർഷമായി കരിച്ചേരി രഘുവാണ് ഈ ബസ്സിന്റെ കണ്ടക്ടർ. ഇത്രയും കാലം ബസ്സിന് വളയം പിടിച്ചവർ മാറി മാറി വന്നെങ്കിലും ടിക്കറ്റ് മുറിച്ചത് രഘുവിന്റെ കൈകൾ മാത്രമാണ്. ഈ ജോലിയിൽ മാത്രമല്ല, ജനങ്ങളായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഈ ജനകീയത്തോട് എല്ലാ ജനങ്ങൾക്കും പൊതുവെ നല്ലൊരു ആത്മാർത്ഥതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ നമ്മൾ പിടിച്ചിരിക്കുന്നത്. ബസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുമ്പോഴും ഈ ബസ് സാധാരണ നമ്മൾ പണിമുടക്കില്ല. അതുപോലെ കൊറോണ കാലത്ത് ബാക്കി ബസ് ഓടാത്ത സമയത്തും നമ്മൾ നഷ്ടം സഹിച്ചിട്ട്, അന്ന് 6 ലക്ഷത്തോളം രൂപ ബാധ്യതയാണ് 2 വർഷം കൊണ്ട്. അതുപോലെ സഹിച്ചിട്ട് നമ്മൾ സർവീസ് നടത്തി. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഈ ബസ്സിൽ നിറച്ച് ആളെ കണ്ടുകൊണ്ട് ബാക്കി ബസ്സുകളും ഓടാൻ തുടങ്ങി. ഇപ്പോൾ യഥേഷ്ടം ബസ്, ഇഷ്ടംപോലെ ബസ് ഈ കാലിച്ചാനടുക്കം ഭാഗത്തേക്കായ. ഇന്ധനവില വർധനവും പുത്തൻ ബസ്സുകളുടെ വരവും മത്സരയോട്ടവുമാണ് ഇന്നിപ്പോൾ ഈ സഹകരണ സംരംഭത്തിന് വിലങ്ങുതടിയാവുന്നത്. ഞങ്ങൾക്കും ഇതിനോട് വല്ലാത്തൊരു വൈകാരിക ബന്ധമുണ്ട്. 2 പതിറ്റാണ്ട് കാലം സുഗമമായിട്ട് യാത്ര നടത്തുവാനായിട്ട് ഈ വാഹനം വഴി ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതൽ ബസ്സുകൾ ആ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. യാത്രാ പ്രശ്നം ഏകദേശം പരിഹരിച്ചിട്ടുണ്ട്, റോഡുകളുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇതിലൊരു മത്സരം ഘട്ടമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്മിറ്റി നിലയിൽ ഈ ഒരു സർവീസ് തുടർന്നും കൊണ്ടുപോകുന്നതിൽ ചില പ്രയാസങ്ങളുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാൻ കാരണമായിട്ട് ജൂൺ 10 ജനകീയ ബസ് കമ്മിറ്റി ലേലം ചെയ്യും. ഇനി ഈ ബസ് ഈ പാതയോരങ്ങളിലൂടെ ഓടും, പുതിയ പേരിലും പുതിയ ഭാവത്തിലും. അതേസമയം ഇനിയും നാട്ടിൽ കൂടുതൽ നന്മകൾ തുടരാനുള്ള പുതിയ യാത്രയ്ക്ക് ജനകീയ കമ്മിറ്റിയും തുടക്കം കുറിക്കും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ശരിക്കും ഞാൻ ആ കണ്ടക്ടറായിട്ടുള്ള രഘുചേട്ടനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. 22 വർഷമായിട്ട് ഈ ബസ്സിനോടൊപ്പമുള്ള യാത്രയാണ്. പെട്ടെന്ന് അത് ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ ആ മനുഷ്യന് എത്രത്തോളം വേദനയുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ ആലോചിക്കുകയായിരുന്നു. സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, ഒരു കാലത്ത് ആ നാടിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു, അവർക്ക് താങ്ങായി തണലായി ഉണ്ടായിരുന്ന ഒരു ബസ്സാണ്. പക്ഷേ ഇപ്പോൾ മറ്റ് ബസ്സുകൾ വരാൻ തുടങ്ങി. മത്സരയോട്ടം, ഇന്ധനവില വർധന എല്ലാം അവരെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കളമൊഴിയുകയാണ് ഈ ബസ്. ഒരു വേദനയുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ് അല്ലേ സാരംഗ്? ഒരു കാലത്ത് കാലിച്ചാനടുക്കത്തുള്ള ആളുകൾക്ക് ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ സ്കൂളുകളിലേക്കോ കോളേജുകളിലേക്കോ ഒക്കെ എത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. ജീപ്പിന് വലിയ തുക നൽകി, അവർ പറയുന്ന കൊള്ള പണം പോലും പലതവണകളായി കൊടുത്ത് നൽകിയിട്ടൊക്കെ ആളുകൾ നാട്ടിലേക്ക്, നീലേശ്വരത്തേക്കോ കാഞ്ഞങ്ങാട്ടേക്കോ എത്തിയിരുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ട്. അങ്ങനെയാണ് ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാകുകയും അവർ സഹകരണ ബസ് എന്നുള്ള രീതിയിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതിൻ്റെ തുടക്കം തൊട്ടുള്ള ഒരാളാണ് രഘുചേട്ടൻ. രഘുചേട്ടന് ശരിക്കും ഊണും ഉറക്കവും വരെ ബസ്സിനകത്താണ്. അവിടെയുള്ള ആളുകളായി പുള്ളിക്ക് നല്ല രീതിയിലുള്ള പരിചയം. ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ആളുകളെ പേരെടുത്ത് വിളിക്കുന്നു. അതേ രീതിയിൽ തന്നെ അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നു, ജോലിസ്ഥലത്തെ വിശേഷങ്ങൾ സംസാരിക്കുന്നു, കല്യാണം കഴിഞ്ഞു പോയ മക്കളെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നു. അങ്ങനെ അത്രയും സൗഹാർദ്ദപൂർണ്ണമായ, നമ്മളൊരു വായനശാലയിലോ അല്ലെങ്കിൽ ഒരു ക്ലബിലോ ഒക്കെ കാണുന്നതിന് സമാനമായിട്ടുള്ള നാട്ടിൻപുറത്തെ ആളുകളുടെ നന്മ, ആ കൂട്ടായ്മ നമുക്ക് ആ ബസ്സിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ച് വലിയ വേദനയുണ്ട്, വലിയ വിഷമമുണ്ട്. കാരണം അവർ പറയുന്നുണ്ട്, കോവിഡ് കാലത്ത് കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും മാറി നിന്ന സമയത്ത് സർവീസിങ്ങിനോ മറ്റ് പല അറ്റകുറ്റപ്പണികൾക്കോ ആയി വർക്ക്ഷോപ്പുകളിൽ പോയ സമയത്ത് പോലും അതിൻ്റേതായ അറ്റകുറ്റപ്പണികൾ പോലും മാറ്റിവെച്ചുകൊണ്ട് പലപ്പോഴും നാട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി സർവീസ് നടത്തേണ്ടി വന്ന സഹകരണ ബസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത്
ആളുകൾക്ക് അതിനോടുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കൃത്യമായി നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ പണിമുടക്ക് നടക്കുന്ന സമയത്ത് ആളുകൾ പൂർണ്ണമായി സ്തംഭിച്ചു പോകുന്ന സമയത്ത് പോലും ആളുകളെ വേണ്ടിടത്ത് എത്തിക്കാൻ കഴിയുന്ന, നാട്ടിൽ പ്രയാസപ്പെട്ടു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെ അവരെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ഈ ജനകീയ ബസ്, സഹകരണ ബസ് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ആത്മാർത്ഥത, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അതിനോട് വല്ലാത്തൊരു കടപ്പാട് ആ ബസ്സിനോട് അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സ്ത്രീകളൊക്കെ തന്നെ നല്ല വിഷമത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭാരവാഹികൾ അതിൻ്റേതായിട്ടുള്ള പ്രായോഗിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. എന്തായാലും ആ റൂട്ടിൽ തന്നെ ബസ് ഓടും. ബസ്സിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറും എന്നുള്ളത് തന്നെയായിരിക്കും യാഥാർത്ഥ്യം. എന്നാലേ ആ യാത്രക്കാർ ആ ബസ്സിനോടുള്ള ഒരു ആത്മാർത്ഥതയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പറയും പലപ്പോഴും വാഹനങ്ങളൊന്നും ജീവനില്ലാത്തതാണ്, അല്ലെങ്കിൽ ഇരുമ്പിന് ജീവനില്ലല്ലോ എന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൂർ സ്കോഡ് സിനിമയിലൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ടാറ്റാ സുമോയ്ക്ക് ജീവനുണ്ട് എന്ന് പറയുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അതിന് സമാനമായ ചില കാഴ്ചകളാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി.